ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിന് തിരിച്ചടിയായി ലോകത്തിന്റെ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനം തകർക്കാൻ ഇറാൻ മുതിർന്നേക്കാം. ലോകത്തെ ഒന്നടങ്കം ഭയപ്പെടുത്തുന്ന മറ്റൊരു ആശങ്കയാണിത്. യുദ്ധം ഇനിയും മുറുകിയാൽ കാത്തിരിക്കുന്നത് വലിയ ആപത്താണ്. ലോകത്തിന്റെ തന്നെ ഇന്റർനെറ്റ് വിനിമയത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളാണ് ഹോർമുസ് കടലെടുക്കും ചെങ്കടലും. ആഗോള ഇന്റർനെറ്റ് ഡേറ്റയുടെ 90% കൈമാറുന്ന സമുദ്രത്തിനടിയിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളെ ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും തകർക്കാൻ കെൽപ്പുള്ളവയാണ്. യുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ വെറും എണ്ണ വിതരണം മാത്രമല്ല, മറിച്ച് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ഡിജിറ്റൽ നട്ടെല്ലാണ് തകരാൻ പോകുന്നത്. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന 17ഓളം പ്രമുഖ കേബിളുകളും ഗൾഫ് മേഖലയെയും ഇന്ത്യയെയും ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ AE1 ഫാൽക്കൺ തുടങ്ങിയ കേബിളുകളും തകർക്കപ്പെട്ടാൽ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായും അറ്റുപോകും. ഇത് കേവലം സോഷ്യൽ മീഡിയ ഉപയോഗത്തെ മാത്രമല്ല, മറിച്ച് ലോകത്തെ ആകെ ബാങ്കിംഗ്, IT, വിദേശ വ്യാപാര മേഖലകളെയാണ് നിശ്ചലമാക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രധാന കേബിളുകൾ തകരാറിലായാൽ രാജ്യത്തെ IT ഹബ്ബുകളും അന്താരാഷ്ട്ര പണമിടപാടുകളും തടസ്സപ്പെടും. ഇതിനേക്കാൾ ഭയാനകമായ വസ്തുത, ഇറാൻ ഈ കടൽപാതകളിൽ മൈനുകൾ വിതറിയിരിക്കുന്നതിനാൽ കേബിളുകൾക്ക് നാശം സംഭവിച്ചാൽ അവ നന്നാക്കാൻ അറ്റകുറ്റപ്പണി കപ്പലുകൾക്ക് അവിടെ എത്താൻ പോലും സാധിക്കില്ല എന്നതാണ്. UAEയിലും സൗദി അറേബ്യയിലുമായി ഗൂഗിളും ആമസോണും മൈക്രോസോഫ്റ്റും കോടിക്കണക്കിന് ഡോളർ മുടക്കി പണിത ഡാറ്റാ സെന്ററുകളും AI ഹബ്ബുകളും ഇതോടെ ഉപയോഗശൂന്യമാകും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഡാറ്റയുടെ 90%-ലധികം കൈമാറുന്നത് ഉപഗ്രഹങ്ങൾ വഴിയല്ല, മറിച്ച് സമുദ്രത്തിനടിയിലൂടെ വിരിച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ 2 പാതകളാണ് ഹോർമുസ് കടലെടുക്കും ചെങ്കടലും. അതിർത്തികളിലെ വെടിയൊച്ചകളേക്കാൾ വേഗത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളെയും ഓൺലൈൻ ജീവിതത്തെയും നിശബ്ദമാക്കാൻ പോകുന്ന ഒരു പുതിയ തരം യുദ്ധത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വിദേശ ഡാറ്റ വിനിമയത്തിൽ ടാറ്റ, TGN, ഗൾഫ് പോലുള്ള കേബിളുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ കേബിളുകൾ മുറിക്കപ്പെടുകയോ മൈൻ സ്ഫോടനത്തിൽ തകരുകയോ ചെയ്താൽ ഇന്ത്യയിലെ ബാങ്കിംഗ്, IT മേഖലകൾ പൂർണ്ണമായും നിശ്ചലമാകുന്ന അവസ്ഥയുണ്ടാക്കും. വർക്ക് ഫ്രം ഹോം സംവിധാനങ്ങൾ മുതൽ അന്താരാഷ്ട്ര പണമിടപാടുകൾ വരെ ഇതോടെ തടസ്സപ്പെടും. ഹോർമുസ് കടലിടുക്കിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലൂടെയാണ് കേബിളുകൾ കടന്നു പോകുന്നത് എന്നതിനാൽ ഇവ തകർക്കുന്നത് താരതമ്യേന എളുപ്പമാണ്. മുൻപ് ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ചെങ്കടലിലെ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചപ്പോൾ ആഴ്ചകളോളം ഇന്റർനെറ്റ് വേഗത കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 2 പ്രധാന പാതകളും ഒരേ സമയം ലക്ഷ്യം വയ്ക്കപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ ഒരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിന് കാരണമായേക്കാം. ചുരുക്കത്തിൽ, ഈ യുദ്ധം വെറും അതിർത്തികളിലോ എണ്ണപ്പാടങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണുകളെയും ദൈനംദിന ഡിജിറ്റൽ ജീവിതത്തെയും നിശബ്ദമാക്കാൻ കെൽപ്പുള്ള ഒന്നായി ഇത് മാറുകയാണ്.